ഹായ് ഗായ്സ്, വെൽക്കം ടു ഹെലൻ റിയാക്സ്. ഞാൻ മലക്കോട്ട വാലിബൻ്റെ റിവ്യൂ ഇട്ടത് ഒരുപാട് പേര് കണ്ടു. എനിക്ക് കുറേ കമൻസ് വന്നു. ഒരുപാട് സന്തോഷം. ഇതുപോലെ നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങളുടെ ക്രിറ്റിസിസംസ് ഒക്കെ ഉണ്ടാവുമെന്ന് ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ തുടങ്ങട്ടെ. ഞാൻ ഫൈറ്റർ സിനിമ കണ്ടു. ഹൃത്തിക് റോഷൻ, ദീപിക പദുക്കോൺ ഇവർ മെയിൻ റോൾസിൽ അഭിനയിച്ച, അനിൽ കപൂറും ഉണ്ട്. ഇവർ മൂന്നുപേരും മെയിൻ ലീഡ് റോൾസിൽ അഭിനയിച്ച് സിദ്ധാർത്ഥ് ആനന്ദ് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ഫൈറ്റർ. നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് മുന്നോടിയായിട്ട് ഇറക്കിയൊരു സിനിമയാണ്. ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ കോവിഡ് കാരണം ഒരുപാട് വൈകിയതുകൊണ്ട് ഈ സിനിമ റിലീസാവാൻ കുറേ ഡിലേ ആയി എന്നൊക്കെ ഞാൻ വായിച്ചു. എന്തായാലും സിനിമയെ പറ്റി പറയാം. സിനിമ ഒരു മോഡേൺ പാട്രിയോട്ടിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മൾ പാട്രിയോട്ടിക് സിനിമ അല്ലെങ്കിൽ ഈ ആർമി, നേവി ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് കുരുക്ഷേത്ര, കാണ്ഡഹാർ, നമ്മുടെ വാർ ആൻഡ് ലവ് ഇങ്ങനത്തെ സിനിമകളൊക്കെയാണ്. ഈ സിനിമ ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. ഹൃത്തിക് റോഷൻ, ദീപിക പദുക്കോൺ അതുപോലെ കുറച്ച് പേര് ഉൾപ്പെടുന്ന ഒരു ഡ്രാഗൺ സ്ക്വാഡ് ഒരു മിഷന് വേണ്ടി ഇറങ്ങുന്ന ഒരു സിനിമ. അതാണ് ഈ സിനിമയുടെ പ്ലോട്ട്. അനിൽ കപൂർ തുടക്കം മുതൽ അവസാനം വരെ എന്തിനൊക്കെയോ വളരെയധികം ദേഷ്യപ്പെട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. കാരണമുണ്ട്. പക്ഷേ പുള്ളി ഭയങ്കര പിസ്ഡ് ഓഫ് ആയിട്ടാണ് സിനിമയിൽ എപ്പോഴും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഓരോ ടാസ്കുകൾ മാത്രമല്ലാതെ ഇതിൽ ലവ് ട്രാക്ക് ഉണ്ട്, നല്ല അടിപൊളി പാട്ടുകളുണ്ട്, നമ്മൾ കോരിത്തിരിച്ചു പോകുന്ന ഫൈറ്റുകളുണ്ട്, പിന്നെ എയർക്രാഫ്റ്റ് ഫൈറ്റുകളൊക്കെ ഉണ്ട്. വളരെ രസമായിട്ടാണ് അതൊക്കെ എടുത്തത്. ചില സമയത്തൊക്കെ നമുക്ക് രോമാഞ്ചം വരുന്ന രീതിയിലായിരുന്നു സിനിമ പോയിക്കൊണ്ടിരുന്നത്. എന്നാലും കുറേ ഒരു എന്താ പറയുക, ക്ലീഷേ സാധനങ്ങൾ ഉള്ള ഒരു സിനിമയായിരുന്നു. സിനിമയിൽ പാകിസ്ഥാൻ തീവ്രവാദിയായിട്ട് വന്ന ആള് നമുക്ക് ഇസ്ലാമോഫോബിയ ഇല്ലാതിരിക്കാനാണോ മുസ്ലിം ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് ജയ് ഹിന്ദ് വിളിച്ച്, അങ്ങനെ കുറേ ക്ലീഷേ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാലും അത് സിനിമയ്ക്ക് അനിവാര്യമായതുകൊണ്ട് നമുക്കൊന്നും അത് വെറുതെ വിടാം. പിന്നെ ഈ സിനിമ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആയതുകൊണ്ടാവണം സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ തമ്മിൽ നടക്കുന്ന ഡിസ്കഷൻസിൽ തന്നെ ഏഷ്യൻ പെയിൻസിൻ്റെ ഒരു ബോർഡ് ബാക്കിലുണ്ടായിരുന്നു. അതുപോലെ ഏഷ്യൻ പെയിൻസിൻ്റെ ബോർഡ് ഒരു 3-4 തവണ ഈ സിനിമയിൽ ഞാൻ കണ്ടു. ഇനി അത് കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല. അതുപോലെ ഹൃത്തിക് റോഷൻ്റെ റീബാൻ ഗ്ലാസ്, പിന്നെ ഹൃത്തിക് റോഷൻ മറ്റേ പഞ്ച് ചെയ്യുന്ന HRX ബാഗ് ബ്രാൻഡ്, ഇതൊക്കെ സിനിമയിലുടനീളം ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എലമെൻറ്റ് നമ്മളെ തലയിൽ കൊണ്ടുവരാൻ പാകത്തിനുള്ള കുറേ സീനുകളുണ്ടായിരുന്നു. ഓക്കെ, എനിവേ എന്തായാലും സിനിമ ഫൈനാൻഷ്യൽ സക്സസ് ആയി എന്നുള്ളതാണ് വേറെ കാര്യം. ദീപിക പദുക്കോണിൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയാനാണെങ്കിൽ വലിയൊരു റോളൊന്നുമില്ല. ദീപിക പദുക്കോണിൻ്റെ ക്യാരക്ടർ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഗുഞ്ചൻ സക്സേന എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഗുഞ്ചൻ സക്സേന ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസേഴ്സിനെ മോശമായിട്ട് പോർട്രേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സെൻസർ ബോർഡിലേക്ക് കംപ്ലൈൻ്റ് ഒക്കെ പോയിരുന്നു. പക്ഷേ ഈ സിനിമയിൽ അതുകൊണ്ടാണോ എന്നറിയില്ല, ദീപിക പദുക്കോണിന് എപ്പോഴും ഹൃത്തിക് റോഷനുമായിട്ട് ഹൃത്തിക് റോഷൻ്റെ പുറകെ നടക്കുന്ന, അല്ലെങ്കിൽ ഹൃത്തിക് റോഷൻ്റെ ഒരു ഷാഡോ ആയിട്ട് അല്ലെങ്കിൽ ഹൃത്തിക് റോഷൻ്റെ ഹെൽപ്പിൽ നടക്കുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടർ പോലെയാണ് ദീപിക പദുക്കോൺ പോർട്രേ ചെയ്യപ്പെട്ടത്. മാത്രമല്ല ഒരുപാട് ക്ലീഷേ ഡയലോഗ്സ് ദീപിക പദുക്കോണിൻ്റെ സൈഡിൽ നിന്നും, അതായത് ക്ലീഷേ എക്സ്പീരിയൻസസ്, എയർഫോഴ്സിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത അച്ഛൻ്റെ മോളായിട്ടും പിന്നെ കുറേ അങ്ങനത്തെ ഡയലോഗ്സും ക്ലീഷേ ഒരുപാട് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് സിനിമ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരു ക്ലീഷേസ്റ്റിക് മൂവി ആയിരുന്നു എന്നാണ്. പക്ഷേ ഇതിൽ എയർക്രാഫ്റ്റ് ഫൈറ്റുകളൊക്കെ വൻ സെറ്റപ്പായിരുന്നു. മാത്രമല്ല അത് നമുക്ക് ചില സമയത്ത് ലാസ്റ്റ് ആവാറാകുമ്പോഴുള്ള എയർക്രാഫ്റ്റ് ഫൈറ്റ് സീൻസൊക്കെ നല്ല രസമായിരുന്നു. പക്ഷെ ലാസ്റ്റ് എനിക്ക് അവസാനത്തെ ഒരു വലിയ ഡയലോഗൊക്കെ ആയിട്ടൊരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. അതിലെനിക്ക് എനിക്കൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം കവർ ചെയ്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, എന്നുവെച്ചാൽ പാകിസ്ഥാന് തീവ്രവാദികളുടെ ക്യാമ്പിലേക്ക് ഹൃത്തിക് റോഷനും അവൻ്റെ ടീമും പോകുന്നതാണ് പ്ലോട്ട് അവസാനം. അപ്പോൾ അത്രയും നേരം ഇവർ കവർ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഹൃത്തിക് റോഷൻ അവിടെ ചെല്ലുമ്പോൾ പിന്നെ അവിടെ കവർ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് താജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാ തീവ്രവാദികളും ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ആ സമയത്ത് ഒരു പ്രൊട്ടക്ഷൻ പോലും ഇല്ലാതെയാണ് പുള്ളി വെടിവെച്ച് കൊല്ലുന്നത്. അപ്പോൾ അത്രയും നേരം നിങ്ങൾ ശ്രദ്ധിക്കുക, കവർ ചെയ്യുക, എൻ്റെ ചോപ്പറിൻ്റെ ലെഫ്റ്റ് വിങ് പോയി, റൈറ്റ് വിങ് പോയി, അവിടെ വെടിവെച്ചു ഇവിടെ വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇതൊക്കെ ഇല്ലാണ്ടായിട്ട് വെടിവെക്കുന്നത് വലിയൊരു ബാധകമല്ലാണ്ടായിട്ട് കൈയും കൊണ്ട് ഇടിയും ചവിട്ടൊക്കെ ആയി. അത് ഹീറോയിസ്റ്റിക് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ ട്രാൻസ്ഫോർമേഷൻ ഒരു
അക്സെപ്റ്റബിൾ അല്ലാത്ത പോലെ എനിക്ക് തോന്നി. കാരണം എൻ്റെ ഫൈറ്റ് ഭയങ്കര ലോജിക്കൽ റീസൺസ് നമ്മളിവിടെ പറയുന്നില്ല. പക്ഷെ എൻ്റെ ഫൈറ്റ് അത്രയും നേരം പറഞ്ഞൊരു സാധനത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതെനിക്ക് തോന്നിയൊരു ഡ്രോബാക്കാണ്. പിന്നെ ഓവറോൾ സിനിമ നല്ലതാണ്. പാട്രിയോട്ടിക് സിനിമയിലുള്ള എലമെൻറ്റ്സ് വിത്ത് ക്ലീഷേ വിത്ത് കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഉള്ള ഒരു സിനിമയായിരുന്നു ഫൈറ്റർ. നമുക്ക് വൺ ടൈം തിയേറ്റർ വാച്ചാണ്. നമുക്ക് എന്താ തിയേറ്ററിൽ പോയി കണ്ട എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. കാരണം അതിന് പാകത്തിനുള്ള സൗണ്ട്സും പിന്നെ ഗ്രാഫിക്സും പിന്നെ റിയൽ എയർക്രാഫ്റ്റ് ഫൈറ്റ്സ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എനിവേ ഓക്കെ ആയിരുന്നു. നമുക്ക് വൺ ടൈം വാച്ചബിൾ ആണ് എന്നാണ് എനിക്ക് ഫൈറ്ററിനെ കുറിച്ചുള്ള അഭിപ്രായം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ കമൻറ്റ്സ് എൻ്റെ വീഡിയോയുടെ താഴെ ഇടാം. താങ്ക് യു സോ മച്ച്.